Hi, welcome to Geojit Spotlight. ബുധൻ വ്യാഴം തുടങ്ങിയ ദിവസങ്ങളിൽ ക്രൂഡ് ഓയിൽ നാച്ചുറൽ ഗ്യാസ് തുടങ്ങിയ പ്രൊഡക്റ്റുകളുടെ ഇൻവെൻട്രി സ്റ്റോറേജ് ഡാറ്റ അപ്ഡേറ്റഡ് ആവുന്നുണ്ട്. അതായത് എനർജി ഇൻഫർമേഷൻ അഡ്മിനിസ്ട്രേഷൻ US ഒഫീഷ്യൽസ് ആയിട്ടുള്ള എനർജി ഇൻഫർമേഷൻ അഡ്മിനിസ്ട്രേഷൻ EAയുടെ ക്രൂഡ് ഓയിൽ ആൻഡ് നാച്ചുറൽ ഗ്യാസ് ഡാറ്റകൾ എല്ലാ ബുധനാഴ്ചയും വ്യാഴാഴ്ചയും ഇന്ത്യൻ സമയം 9 മണിക്ക് അപ്ഡേറ്റഡ് ആവുന്നുണ്ട്. അപ്പോൾ നമ്മൾ പരിശോധിക്കാനായിട്ട് പോകുന്നത് ഈ ഇൻവെൻട്രി സ്റ്റോറേജുകളുടെ ഡാറ്റകളെ എല്ലാ വീക്കിലിയും വരുന്ന എല്ലാ ബുധനും വ്യാഴവും വരുന്ന ക്രൂഡ് ഓയിലിൻ്റെയും നാച്ചുറൽ ഗ്യാസിൻ്റെയും ഈ ഇൻവെൻട്രി സ്റ്റോറേജുകളുടെ ഫിഗറുകളെ തമ്മിൽ കമ്പയർ ചെയ്തുകൊണ്ട് വീക്കിലി ഫിഗർ വൈസ് കമ്പാരിസൺ നടത്തിക്കൊണ്ട് നമുക്ക് MCXനകത്തുള്ള ക്രൂഡ് ഓയിൽ ആൻഡ് നാച്ചുറൽ ഗ്യാസിൻ്റെ ഡെറിവേറ്റീവ്സിനകത്ത് എങ്ങനെ ലാഭകരമായിട്ട് ഇൻവോൾവ് ചെയ്യുന്നതിനുള്ള സാധ്യതകൾ നമുക്കൊന്ന് പരിശോധിക്കാവുന്നതാണ്. നമ്മളതിനെ ഒരു ഫിഗർ വൈസ് നമ്മൾ നോക്കിയിട്ടാണ് നമ്മൾ കമ്പാരിസൺ നടത്തുക എന്നുള്ളത് ഞാൻ ഓൾറെഡി മെൻഷൻ ചെയ്ത് കഴിഞ്ഞു. നമ്മളത് എക്സാമ്പിൾസ് ആയിരുന്നു ഒരു ഫിഗർ വൈസിലോട്ട് നമ്മൾ കിടക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ബുധനാഴ്ച 9 മണിക്ക് ലാസ്റ്റ് വീക്ക് വന്നിരുന്ന ക്രൂഡ് ഓയിലിൻ്റെ ഒരു ഇൻവെൻട്രി സ്റ്റോറേജ് ഡാറ്റ നമുക്കൊരു 10 മില്യൺ ബാരലായിരുന്നു എന്നുള്ളത് നമുക്ക് എടുക്കാം. അപ്പോൾ ഈ ഒരു ബുധനാഴ്ച ഈ ഒരു വെനസ്ഡേ 9 മണിക്ക് അപ്ഡേറ്റഡ് ആവുന്ന ക്രൂഡ് ഓയിലിൻ്റെ ഇൻവെൻട്രി സ്റ്റോറേജ് 8 മില്യൺ ബാരലോ അല്ലെങ്കിൽ 7 മില്യൺ ബാരലോ ആയി കുറഞ്ഞു. കഴിഞ്ഞ ആഴ്ചയിൽ നിന്ന് ഈ ഒരാഴ്ചയിലോട്ട് ക്രൂഡ് ഓയിലിൻ്റെ ഇൻവെൻട്രി വരുമ്പോൾ സ്റ്റോറേജ് ഡാറ്റ കുറയുകയാണ് ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ഡാറ്റ എങ്ങനെ നമ്മുടെ മാർക്കറ്റിനെ ക്രൂഡ് ഓയിലിനെ ഇമ്പാക്റ്റ് ചെയ്യും എന്നുള്ളത് നമ്മൾ പരിശോധിക്കുകയാണെന്നുണ്ടെങ്കിൽ പുറത്ത് ക്രൂഡ് ഓയിലിൻ്റെ ഡിമാൻഡ് ഉള്ളതുകൊണ്ട് അല്ലെങ്കിൽ നാച്ചുറൽ ഗ്യാസിൻ്റെ ഡാറ്റ ആണെങ്കിൽ നാച്ചുറൽ ഗ്യാസിൻ്റെ ഡിമാൻഡ് ഉള്ളതുകൊണ്ടാണ് സ്റ്റോറേജ് ഡാറ്റകൾ കുറവായി എപ്പോഴും അപ്ഡേറ്റ് ചെയ്യപ്പെടുന്നത്. അപ്പോൾ ഡിമാൻഡുള്ള പ്രൊഡക്റ്റുകളെ സംബന്ധിച്ചിടത്തോളം അവയുടെ വില ഇൻക്രീസ് ചെയ്യപ്പെടുകയും MCXനകത്തുള്ള ക്രൂഡ് ഓയിലിൻ്റെയും നാച്ചുറൽ ഗ്യാസിൻ്റെയും വില അത് കൂടിപ്പോകാനായിട്ടുള്ള സാധ്യതകളും ഉണ്ട്. കഴിഞ്ഞ ആഴ്ചയിൽ നിന്ന് ഈ ആഴ്ചയിൽ ക്രൂഡ് ഓയിലിൻ്റെ ഇൻവെൻട്രി സ്റ്റോറേജ് കുറഞ്ഞു വരുന്ന സാഹചര്യത്തിൽ കൂടി വരുന്ന സാഹചര്യത്തിൽ പ്രൈസ് താഴെ പോകാനുമുള്ള സാധ്യതകളുണ്ട്. അപ്പോൾ ഇതൊരു ഇനി നമുക്കെങ്ങനെ ഇൻവോൾവ് ചെയ്യാൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ MCXനകത്ത് വരുന്ന ക്രൂഡ് ഓയിലിൻ്റെ ലാസ്റ്റ് 1 അവറിൻ്റെ റെസിസ്റ്റൻസ് ഇത് ബ്രേക്ക് ചെയ്ത് പോവുകയാണെന്നുണ്ടെങ്കിൽ ഈ ഇൻവെൻട്രി സ്റ്റോറേജ് ഡാറ്റ വരുന്ന സാഹചര്യത്തിൽ സ്റ്റോറേജ് ഡാറ്റ കുറവ് വരികയും പ്രൈസിന് പോസിറ്റീവായിട്ട് അത് ഇമ്പാക്റ്റ് ചെയ്യുകയും കഴിഞ്ഞ ലാസ്റ്റ് 1 അവറിൻ്റെയോ 2 അവറിൻ്റെയോ റെസിസ്റ്റൻസ് ലെവൽ അത് ബ്രേക്ക് ചെയ്യുന്ന സാഹചര്യത്തിൽ നമുക്കൊരു ബൈ പൊസിഷൻ അവിടെ എന്ത് ചെയ്യാൻ പറ്റും, ക്രൂഡ് ഓയിലിനകത്ത് ബിൽഡ് ചെയ്തുകൊണ്ട് ഒരു മിനിമൽ സ്റ്റോപ്പ് ലോസ് ഇട്ടുകൊണ്ട് നമുക്കിങ്ങനെ ഒരു സക്സസ്ഫുൾ ട്രേഡിംഗ് നമുക്ക് ഇൻവോൾവ് ചെയ്യാനായിട്ടുള്ള സാധ്യതകളുണ്ട്. പക്ഷേ ഈ ഒരു ഡാറ്റ നമ്മളെപ്പോഴും മനസ്സിലാക്കേണ്ടത് ഒരു ക്യാരി ഫോർവേഡ് പൊസിഷൻസ് ബിൽഡ് ചെയ്യാനോ അല്ലെങ്കിൽ അടുത്ത ദിവസങ്ങളിലെ പൊസിഷൻസിനെ മെയിൻറ്റെയിൻ ചെയ്ത് വെക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ഡാറ്റയല്ല. ഒരു പർട്ടിക്കുലർ ഡേ ഒരു പർട്ടിക്കുലർ ടൈം പീരീഡിൽ ഒരു സക്സസ്ഫുൾ ആയിട്ടുള്ള ട്രേഡുകൾ ഇൻവോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്ഡേറ്റ് ചെയ്യാൻ പറ്റുന്ന അല്ലെങ്കിൽ ഫോളോ ചെയ്യാൻ പറ്റുന്ന ഏറ്റവും മേജറായിട്ടുള്ള ഒരു MCXനകത്ത് നമുക്ക് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഡാറ്റ ആയിട്ടാണ് നമുക്ക് ക്രൂഡ് ഓയിലിൻ്റെയും നാച്ചുറൽ ഗ്യാസിൻ്റെയും ഇൻവെൻട്രി സ്റ്റോറേജുകളെ നമ്മൾ നോക്കിക്കാണേണ്ടത്. അപ്പോൾ ഇത്തരത്തിലുള്ള ശരിയായിട്ടുള്ള ഡാറ്റകളുടെയും ന്യൂസുകളുടെയും ഒരു റെഗുലർ ഫോളോ അപ്പിലൂടെയും നമുക്കൊരു സ്റ്റേബിൾ ഇൻകത്തിലോട്ട് എത്താനുള്ള സാധ്യതകൾ തുറന്നു തരുന്നുണ്ട് കമ്മോഡിറ്റി മാർക്കറ്റിൻ്റെ ഓപ്പർച്യൂണിറ്റീസ്. നമ്മളിന്ന് ചർച്ച ചെയ്തത് ക്രൂഡ് ഓയിലിൻ്റെ അതുപോലെ നാച്ചുറൽ ഗ്യാസിൻ്റെ ഇൻവെൻട്രി സ്റ്റോറേജുകൾ ഈ ഡാറ്റകളെ എങ്ങനെ MCXനകത്ത് ക്രൂഡും നാച്ചുറൽ ഗ്യാസും ട്രേഡ് ചെയ്യുമ്പോൾ യൂട്ടിലൈസ് ചെയ്യാം, വീക്കിലി കമ്പാരിസൺ നടത്തിക്കൊണ്ട് നമുക്കൊരു സ്റ്റേബിൾ ഇൻകത്തിലോട്ട് എങ്ങനെ എത്താനുള്ള സാധ്യതകളാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തത്.